കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റ ജീവനക്കാർ മാധ്യമപ്രവർത്തകരുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയവരാണ് അനുഭവങ്ങൾ വിവരിച്ചത്. ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിലോട്ട് നമ്മൾ ഷിഫ്റ്റാണ് ചെയ്തത്. ചാടിയിട്ടും കേബിളിൻ്റെ വയർ പിടിച്ചിട്ടുമാണ് നമ്മൾ ഷിഫ്റ്റായത്. ആ ഷിഫ്റ്റായ സമയത്ത് അവിടെ ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി. നമുക്ക് കുഴപ്പമില്ല എന്ന് ഇവിടെ നിൽക്കാം, സർവൈവ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴേക്കും വീണ്ടും പുക മുകളിലോട്ട് അടിച്ചു കയറാനുണ്ടായത്. ആ സമയത്ത് അതേ കേബിളിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണുണ്ടായത്. അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ ഞാൻ 3rd ഫ്ലോറിലാണ്. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിൽ ബാൽക്കണിയിലോട്ട് ആദ്യം ഷിഫ്റ്റ് ആവാം, അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരാമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പക്ഷേ ആ വീടിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കേബിൾ മിസ്സായി. ഞാൻ താഴോട്ട് വീഴാണ് ഉണ്ടായത്. വയറുണ്ടായിരുന്നു വണ്ടി കേബിളിൽ പിടിച്ചിറങ്ങിയത്. അപ്പോൾ കിച്ചൻ്റെ വെന്റിലേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വെന്റിലേഷൻ നല്ലപോലെ പഴുത്തിരിക്കുക. വെന്റിലേഷനിൽ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൻ്റെ വെന്റിലേഷനിൽ. ആ കേബിളിൽ പിടിച്ചാണ് ഇറങ്ങിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.